എടയന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം കാറുകൾ കൂട്ടിയിടിച്ച് അപകടം. വ്യാഴാഴ്ച രാത്രി 11 മണിയോടെയായിരുന്നു അപകടം. കണ്ണൂർ മട്ടന്നൂർ വിമാനത്താവളം റോഡിൽ എടയന്നൂർ സ്കൂളിന് സമീപമാണ് ഇന്നലെ രാത്രി 11 മണിയോടെ കാറുകൾ കൂട്ടിയിടിച്ചത്. കണ്ണൂർ ഭാഗത്തു നിന്നും വന്ന കാറും മട്ടന്നൂർ ഭാഗത്തു നിന്നും വന്ന കാറുമാണ് അപകടത്തിൽപ്പെട്ടത്. ഇരുവാഹനങ്ങളുടെയും എയർബാഗ് പൊട്ടിയതിനാൽ ആർക്കും കാര്യമായ പരിക്കേറ്റില്ല. അടുത്ത കാലത്തായി അമ്മയും കുഞ്ഞുങ്ങളും അടക്കം മരണപ്പെടുകയും നിരവധി അപകടങ്ങൾ സംഭവിക്കുകയും ചെയ്ത സ്ഥലത്ത് സർക്കാർ ഇടപെട്ടുകൊണ്ട് അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ട സാങ്കേതികമായ സംവിധാനങ്ങൾ ഒരുക്കണമെന്ന് പഞ്ചായത്ത് അംഗം AK സതീശൻ പറഞ്ഞു. ഇതൊരു സ്ഥിരം പതിവ് കാഴ്ചയാണ്. കാരോട് വിട്ട് എടയന്നൂർ വരെയുള്ള സ്ട്രെയിറ്റ് റോഡുകളാണ്. വാഹനങ്ങൾ അനിയന്ത്രിതമായി കടന്നു പോവുകയാണ്. അതുപോലെ തന്നെ അമിത സ്പീഡും വാഹനങ്ങളുടെ ബാഹുര്യത്തിനനുസരിച്ചിട്ടുള്ള വീതി നമ്മുടെ ഈ റോഡിനില്ല. എയർപോർട്ട്, അതുപോലെ തന്നെ മൈസൂർ റോഡ് വാഹനങ്ങൾ ഓരോ നിമിഷവും നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുന്നേ അവിടെ അമ്മയും ശരിക്കും പറയുന്ന അപകടങ്ങൾ ഏറ്റവും കൂടുതൽ പതിവായിട്ട് നടക്കുന്ന ഒരു സ്ഥലമാണ്. ഇത് നിയമപരമായി നമുക്ക് സാങ്കേതികമായിട്ടുള്ള എന്തെങ്കിലും സംവിധാനങ്ങൾ ഗവൺമെൻറ് ഇതിൽ ഉണ്ടാക്കണം എന്നാണ് നമ്മുടെ നാട്ടുകാരുടെ അഭ്യർത്ഥന. അപകട മേഖലയായി മാറിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് എത്രയും വേഗം അധികൃതർ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, ചാലോട്. ഡിജിറ്റൽ യുഗത്തിലേക്കുള്ള കാൽവെപ്പിലാണോ നിങ്ങൾ? എങ്കിൽ പഠിക്കൂ ആധുനിക രീതിയിൽ മികച്ച ഡിസൈനിംഗ് കോഴ്സുകൾ. കണ്ണൂരിലെ ആദ്യത്തെ ഇന്റീരിയർ ഫാഷൻ ഡിസൈനിംഗ് കോളേജ്, ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഡിസൈൻ.